ഓക്കെ എഴുതിക്കോ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. Calculate the force of attraction. Calculate the force of attraction between two bodies. Between two bodies. Between two bodies. Each of mass 1 kilogram. 1 kilogram. 1 kilogram. When their centers are 10 centimeter apart. 10 centimeter apart. Given G equal to, G യുടെ വാല്യൂ എന്താ? G equal to, given G equal to 6.67 into capital G. Gravitational constant ന്റെ വാല്യൂ എന്താ? G equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്ത അമലല്ലേ? അമൽ ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചെയ്തോ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അമൽ കേൾക്കുന്നുണ്ടോ? അമലെ എഴുതിക്കോട്ടാ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between two bodies. Between two bodies. Between two bodies. Each of masses 1 kilogram. Each of masses 1 kilogram. 1 kilogram. When their centers are 10 centimeter apart. When their centers are 10 centimeter apart. Given G equal to, given gravitational constant capital G equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. അപ്പൊ 2 ബോഡീസ് ഉണ്ട്. ആ ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ബോഡീസ് ഉണ്ട്. ഇത് ബോഡി 1, ദിസ് ഇസ് ബോഡി 2. ഇതിന്റെ മാസ് തന്നിട്ടുണ്ട് m ഈക്വൽ ടു 1 കിലോഗ്രാം. ഇതിന്റെ മാസ് തന്നിട്ടുണ്ട് m ഈക്വൽ ടു 1 കിലോഗ്രാം. ഓക്കെ, അപ്പൊ 2 ബോഡി തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ബോഡി തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ F ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന എന്താ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന 10 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ലോ പഠിച്ചായിരുന്നു. 2 ബോഡീസ് കെപ്ലേഴ്സ് നമ്മൾ എന്തെങ്കിലും പഠിച്ചതാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ലോ പഠിച്ചായിരുന്നു. ഏതാന്ന് ഓർമ്മയുണ്ടോ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് is directly proportional to the product of the mass and inversely proportional to the square of distance between them. അതിന്ന് നമുക്ക് ആ ലോ ഓർമ്മയുണ്ടോ? യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോ. ഓക്കെ, അർജുൻ ക്വസ്റ്റ്യൻ എഴുതിയാ? അർജുൻ അല്ലേ ഇപ്പൊ ജോയിൻ ചെയ്തത്? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കേ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ബാക്കിയുള്ളവർക്ക് ഇക്വേഷൻ മനസ്സിലായില്ലേ? ഞാൻ എഴുതിക്കോ. F ഈക്വൽ ടു gm1 m2 ബൈ r സ്ക്വയർ. ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ കഴിഞ്ഞേ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between two bodies. Between two bodies. Each of mass. Calculate the force of attraction between two bodies, each of mass 1 kilogram. When their centers are 10 centimeter apart. When their centers are 10 centimeter apart. Given capital G, gravitational constant capital G equal to 6.67 into 10 raised to minus 11
ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയണേണ്, രണ്ട് ബോഡി തന്നിട്ടുണ്ട്, ആ രണ്ട് ബോഡിയുടെ മാസ് 1 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ലോ പഠിച്ചായിരുന്നു, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ ലോയിൽ എന്താ പറയുന്നത്? Force of attraction between two bodies is directly proportional to the product of the mass and inversely proportional to the square of distance between them. ഈ ലോ ഓർക്കുന്നുണ്ടോ? ഓക്കെ, ക്രിസ് ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ. Force is directly proportional to the product of the mass and inversely proportional to the square of distance between them. ഇത് കമ്പൈൻ ചെയ്ത് നമ്മൾ F proportional to m1 m2 by r square എന്ന് എഴുതി. ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നമ്മൾ F equal to G m1 m2 by r square എന്ന് എഴുതി. ഓക്കെ, ജീനെ നമ്മൾ പറയുന്ന പേരെന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയുടെ വാല്യൂ നമുക്കറിയാം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ജിയുടെ വാല്യൂ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് സിമിലർ ക്വസ്റ്റൻ തന്നിരിക്കുന്ന രണ്ട് ബോഡീസ് തന്നിട്ടുണ്ട്, അതിന്റെ രണ്ടിന്റെ മാസും തന്നിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കുക. മാസ്, രണ്ട് ബോഡിയുടെ മാസ് സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു 1 കിലോഗ്രാം, രണ്ടിന്റെ മാസ് 1 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന ജിയുടെ വാല്യൂ നമുക്കറിയാം. പിന്നെ ആറ് തന്നിരിക്കുന്നത് എത്രയാ? 10 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 ഇൻറ്റു 10⁻⁻2 മീറ്റർ. ഓക്കെ, ഇനി ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് F ഈക്വൽ ടു ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു m1ന്റെ വാല്യൂ 1 ആണ്, m2ന്റെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്കി ആറിന്റെ വാല്യൂ 10 ഇൻറ്റു 10⁻⁻2 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാൻ പറ്റുമോ നോക്കിയേ. എല്ലാം ഡയറക്റ്റ് അല്ലേ, ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോൾവ് ചെയ്തെന്ന് 10 ഇൻറ്റു 10⁻⁻2 നമുക്ക് വേണമെങ്കിൽ 10⁻⁻1 മീറ്റർ എന്ന് എഴുതാം അല്ലെ. പവേഴ്സ് നോക്കുമ്പോൾ 10⁻1 പ്ലസ് ഇൻറ്റു 10⁻⁻2, അപ്പൊ 1 പ്ലസ് -2 നമുക്ക് 10⁻⁻1 എന്ന് എഴുതാം. ആറിന്റെ വാല്യൂ 10⁻⁻1 സ്ക്വയർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10⁻⁻1 ഹോൾ റൈസ് ടു 2 എന്ന് പറയുന്നത് എന്താവും? 10⁻⁻2 ആവും അല്ലെ. 10⁻⁻1 ഹോൾ റൈസ് ടു 2 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, a⁻m ഇൻറ്റു n എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 10⁻⁻2. ഓക്കെ, 10⁻⁻2 പൊക്കത്തേക്ക് പോകുമ്പോൾ എന്തായി? 10⁻2. 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു 10⁻2. ഓക്കെ, -11 പ്ലസ് 2 ദാറ്റ് ഇസ് 6.67 ഇൻറ്റു 10⁻⁻9. ഓക്കെ, -9 ന്യൂട്ടൺ. ദിസ് ഇസ് ആൻസർ. ഓക്കെ, മനസ്സിലാക്കി എഴുതണേ, സ്റ്റെപ്പ് ഒന്നും തെറ്റിച്ച് കളയരുതേ. അമ്മന് മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? പ്രസീനക്ക് കിട്ടിയാ? സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രജീന? ഓക്കെ, ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കട്ടോ. ചാപ്റ്റർ എടുത്തപ്പോ ഇല്ലാത്തവര് ആ ഇക്വേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന ഇക്വേഷൻസ് എല്ലാം ബോക്സ് ചെയ്ത് വെച്ചേക്ക്. അതിന്റെ കൂടെ തന്നെ ഞാൻ ആ ലോയും പറയുന്നുണ്ട്. ക്രിസ്റ്റിന് മനസ്സിലായല്ല? ഫസ്റ്റ് പോർഷൻ ആയിരുന്നേ ഇക്വേഷൻ. ആ ഇക്വേഷൻ വന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്നാണ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എഴുതിക്കോ. two particles each of mass m, two particles each of mass m, two particles each of mass m go round a circle
Two particles, each of mass m, go round a circle of radius r, of radius capital R. Okay, capital R or small r, radius r എന്ന് കൺസിഡർ ചെയ്താൽ മതി. Radius r under the action of their under the action of their mutual gravitational attraction find the speed of the each particle. Find the speed of the each particle. Find the speed of the each particle. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു പാർട്ടിക്കിൾസ് ഈച്ച് ഓഫ് മാസ് എം. രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ടിന്റെ മാസ് വന്നിരിക്കുന്നത് എം ആണ്, രണ്ട് പാർട്ടിക്കിൾസിന്റെ മാസ്. ഗോ അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിളും ശ്രദ്ധിക്കണേ, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ടിന്റെ മാസ് എം ആണ്. ഈ പാർട്ടിക്കിൾസ് ഒരു സർക്കിളിന് ചുറ്റും റൗണ്ട് ചെയ്യണേ, റൊട്ടേറ്റ് ചെയ്യണേ എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സർക്കിളിന് ചുറ്റും രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, ആ പാർട്ടിക്കിൾസ് സർക്കിളിന്റെ ചുറ്റും ജസ്റ്റ് റൗണ്ട് ചെയ്തോണ്ടിരിക്കണേ. ഓക്കെ, ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, സർക്കിളിന്റെ റേഡിയസ് തന്നിരിക്കുന്നത് ആറാണ് റേഡിയസ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, റേഡിയസ് ആറാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിൾസും ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ഇതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ, അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിൾസും തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാവും. മ്യൂച്വൽ അട്രാക്ഷൻ വരുമ്പോ അവിടെ ഏത് ഫോഴ്സാ വരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചില്ലേ? ഇപ്പൊ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എവിടെയൊക്കെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടോ ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലും എന്തുണ്ടാവും? ഒരു മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ F=gm1m2/r². അപ്പൊ അത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, മാസ് m, ഗോ അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് r. റേഡിയസ് r എന്ന് പറയുമ്പോൾ ടോട്ടൽ റേഡിയസ്, ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആവും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അണ്ടർ ദ ആക്ഷൻ ഓഫ് ദെയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് പാർട്ടിക്കിൾസ്, ഇപ്പൊ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്താ ഉണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ പാർട്ടിക്കിൾസിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല, ഒരു ഇക്വേഷൻ, സ്പീഡിന്റെ ഇക്വേഷനിലേക്ക് എത്തിക്കുക. അതായത് ഒരു വെലോസിറ്റി, പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ, ഇതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. തന്ന കാര്യങ്ങൾ വെച്ച് ഞാനൊരു ഫിഗർ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു. പിന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതാനോ ഇക്വേഷൻ ഏതാണെന്നോ ഒന്നും നമുക്കറിയില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടല്ലോ, ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടാവും എന്നാ പറഞ്ഞത്? മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉള്ളപ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. അതിന്റെ ഇക്വേഷൻ എന്താ? F=gm1m2/r². ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസിന്റെ മാസ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? m ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ F=gmm/r². r² എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാ വന്നിരിക്കുന്നത്? റേഡിയസ് r, ടോട്ടൽ ഡിസ്റ്റൻസ് 2r ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2r² എന്ന് പറഞ്ഞ് എടുക്കാം. ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഒരു പാർട്ടിക്കിള് സർക്കുലാർ മോഷനിലാകുമ്പോൾ അതിന് സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് നമ്മളൊരു പേര് പറയും. സെൻട്രിപിറ്റൽ ഫോഴ്സ്. വെരി ഗുഡ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, സർക്കുലർ മോഷനിലിരിക്കുന്ന. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട. ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാകുമ്പോൾ അതിന് ടുവേർഡ് സെന്റർ, ഇതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങ് എഴുതി വെച്ച്. പിന്നെ ഇനി ഉണ്ടാവുന്ന എന്താ പറഞ്ഞേക്കുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എപ്പോഴും ഓർക്കുക, ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ എന്തായാലും സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ക്രിസ്റ്റിന് മനസ്സിലാവാനാണ് ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നീ ക്ലാസ്സിലില്ലായിരുന്നല്ലോ. അപ്പൊ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി ഫാഹിമ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ? നീ ആൻസർ പറഞ്ഞല്ലേ, ക്രിസ്റ്റീന് പറയാൻ പറ്റുമോ? mv²/r. ഓക്കെ, അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ F=mv²/r. അതിന് നമ്മൾ ആൻസർ റേഡിയസിന് നമ്മൾ r എന്ന് തന്നെ ഇട്ടാൽ മതി, കാരണം നമ്മൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഫോഴ്സിന് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ?
ഫസ്റ്റ് വൺ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞതാണ് എന്തുണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അതിന്റെ ഇക്വേഷൻ എഴുതി. സെക്കൻഡ് വൺ സർക്കുലർ മോഷൻ ആയതുകൊണ്ട് അതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും എന്ന് എഴുതി. അപ്പൊ നോക്കിക്കേ, ഫോഴ്സിന് നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? വെലോസിറ്റി, അതായത് ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. സോ ഈ രണ്ട് ഇക്വേഷൻ അങ്ങ് ഇക്വേറ്റ് ചെയ്തേ. അപ്പൊ എങ്ങനെ വരും എഴുതണേ? എം വി സ്ക്വയർ ബൈ ആർ, 2r ടോട്ടൽ ഡിസ്റ്റൻസ് ടുവേർഡ്സ് സെന്ററിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ്, രണ്ട് പാർട്ടിക്കിൾ ഇല്ലേ, ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് റേഡിയസ് എടുക്കാം, ഇത് രണ്ട് പാർട്ടിക്കിളും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2r എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഫോഴ്സിന്റെ ഇക്വേഷൻ ജി എം എം, രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷനും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യണേ. ഇക്വേഷൻ 1 ഉം 2, ജി എം എം ബൈ 2r സ്ക്വയർ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ഓരോ എം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ബാക്കിയുള്ളത് ജി എം ബൈ 2 സ്ക്വയർ, 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4, ആർ സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഈ ആറും ഈ ആറും കട്ട് ചെയ്ത് ബാക്കിയുള്ള ജി എം ബൈ 4r ഈക്വൽ ടു വി സ്ക്വയർ. ദെൻ വെലോസിറ്റി v ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ 4r. ഓക്കെ, ഇത്ര സോൾവ് ചെയ്താൽ മതി. ഒരു ഡയറക്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക, അത്രേ ഉള്ളൂ. കഴിയുമ്പോ പറയട്ടാ. കഴിഞ്ഞോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയാ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, the acceleration due to gravity, the acceleration due to gravity, the acceleration due to gravity at the moon's surface, at the moon's surface, the acceleration due to gravity at the moon's surface is 1.67 meter per second square. The acceleration due to gravity at the moon's surface is 1.67 meter per second square. 1.67 meter per second square. മാനസ് എഴുതുന്നുണ്ടോ? Okay. 1.67 meter per second square. If the radius of the moon is, if the radius of the moon is 1.74 into 10 raised to 6 meter. If the radius of the moon is 1.74 into 10 raised to 6 meter, calculate the mass of the moon. 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 Okay, കണ്ടുപിടിക്കാമല്ല. എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ, ജിയുടെ വാല്യൂ എവിടത്തെയാ? മൂണിന്റെ സർഫസ്. എർത്തിന്റെ കാൽക്കുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നത്? 9.8 ആയിട്ട് എടുക്കുന്നത്. പക്ഷെ മൂണിന്റെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു 1.67 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ നമുക്ക് റേഡിയസും തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോറി, റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലെ? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? മാസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എം ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ചെയ്താൽ മതി. ഓക്കെ, ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ എത്ര? 1.67 ഇൻറ്റു റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 1.74 ഇൻറ്റു 10 റൈസ് ടു 6. അപ്പൊ 1.74 ഇൻറ്റു 1.74 ഇൻറ്റു 10 റൈസ് ടു 6 ഇൻറ്റു 10 റൈസ് ടു 6 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ എത്ര? 6.67 ഇൻറ്റു 10 റൈസ് ടു -11. ഓക്കെ, എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. ആദ്യം പവേഴ്സ് എല്ലാം ഒന്ന് മാറ്റി നിർത്തിക്കേ. നോക്കിക്കേ, പവർ എത്ര വരും നോക്കിയേ. 10 റൈസ് ടു 6 ഇൻറ്റു 10 റൈസ് ടു 6. അപ്പൊ എത്ര വരും? 10 റൈസ് ടു 12. ഇനി -11 പൊക്കത്തേക്ക് പോകുമ്പോൾ എന്താവും? +11. അപ്പൊ 10 റൈസ് ടു 1.67 ഇൻറ്റു 1.74 ഇൻറ്റു 1.74. ഇനി പവേഴ്സ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. 10 റൈസ് ടു 6 എന്ന് പറയുമ്പോൾ 10 റൈസ് ടു 12. പൊക്കത്ത് -11 പൊക്കത്തേക്ക് പോകുമ്പോൾ എന്തായി? +11 ആയി. അപ്പൊ 10 റൈസ് ടു 23 വരും. Divided by 6.67. Can solve ചെയ്തേ. 276. 1.74 into 1.7. 20 plus 1. 13.
എത്ര കിട്ടിയെന്ന് പറയട്ടാ ചെയ്തിട്ട്. അമൽ എത്ര കിട്ടിയെന്ന് പറയണേ. സീറോ പോയിന്റ് പറഞ്ഞോ കറക്റ്റാ. 0.7. എത്ര കിട്ടി നിനക്ക്? 0. ഇൻറ്റു 10⁻23. കറക്റ്റ്. ബാക്കി എല്ലാവർക്കും കിട്ടിയാ? ഫസ്റ്റ് ഇത് ചെയ്തേ 1.74 ഇൻറ്റു 1.74 ചെയ്യും. അപ്പൊ 3 പോയിന്റ് സംതിങ് കിട്ടും. 3 പോയിന്റ് ഇവിടെ ഞാൻ ചെയ്തായിരുന്നു. 3.0276 കിട്ടും. ഇൻറ്റു 1.67 ചെയ്യാം. അപ്പൊ 5 പോയിന്റ് സംതിങ് കിട്ടും. 5.5 ഡിവൈഡഡ് ബൈ 6.67 ചെയ്യുമ്പോൾ 0.75. 0.75 ഇൻറ്റു 10⁻23. 7.5 ഇൻറ്റു 10⁻22 കിലോഗ്രാം. കിട്ടിയാ? 1.74 ഇൻറ്റു 1.74 ചെയ്താ 3 പോയിന്റ് കിട്ടും. ഇൻറ്റു 1.67 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5.05. പിന്നെ ഡിവൈഡഡ് ബൈ 6.7 ചെയ്താൽ മതി. എത്തി? നീ അവിടെ വരെ എത്തി. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നതിൽ പോയതാണ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും കിട്ടിയാ? അമലിന് കിട്ടിയാ ആൻസർ? ഓക്കെ, പ്രജീനക്ക് കിട്ടിയാ? ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യണത് കുറച്ച് സ്പീഡപ്പ് ആക്കണം കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് പഠിക്കാതെ കിട്ടില്ല. ചെയ്ത് ലാസ്റ്റ് വരെ എത്തും. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും പറ്റുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്ത് പോണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫാഹിം ചെയ്ത് നോക്കണം കേട്ടോ. ക്രിസ്റ്റീന് കിട്ടിയായിരുന്നാ? കിട്ടിയാ? ഓക്കെ, ക്രിസ്റ്റീന് കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ പെർസെന്റേജ് ഡിക്രീസ്. Find the percentage decrease. Find the percentage decrease in the weight of a body. In the weight of a body. Find the percentage decrease in the weight of a body when taken to a height. When taken to a height. When taken to a height of 32 kilometer. 32 kilometer above the surface of the earth. Above the surface of the earth. Radius of earth is. Radius of earth is. Radius of earth is 6,400 kilometer. 6,400 kilometer. ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏതാ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇൻ ദ വെയിറ്റ് ഓഫ് എ ബോഡി വെൻ ടേക്കൻ ടു. പെർസെൻറ്റേജ് ഓഫ് ആ വെയിറ്റിൽ വരുന്ന ഡിക്രീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെയിറ്റിൽ വരുന്ന ഡിക്രീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഒരു കണ്ടീഷൻ അവിടെ തന്നിട്ടുണ്ട്. വെൻ ടേക്കൻ ടു എ ഹൈറ്റ് ഓഫ് 32 കിലോമീറ്റർ അബവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്ന് 32 കിലോമീറ്റർ എബവ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രാവിറ്റേഷൻ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അവിടെ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് ജി വിത്ത്
ഡെപ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എർത്തിന്റെ സർഫസിൽ നിന്ന് പൊക്കത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എർത്തിന്റെ ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് പോകാനാണെങ്കിലും നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ആ നോട്ടൊന്ന് മറിച്ച് നോക്കിയിട്ട് വേഗം പറഞ്ഞേ. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഇവിടെ ഹൈറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും നമുക്ക് അവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. പെർസെന്റേജ് ഓഫ് ഡിക്രീസ്, വെയിറ്റിൽ വരുന്ന പെർസെന്റേജ്, അതായത് ആ വെയിറ്റ് എത്രത്തോളം കുറയും, മനസ്സിലായ? എർത്തിന്റെ സർഫസിൽ നിൽക്കുമ്പോൾ ഒരു വെയിറ്റ് ആയിരിക്കും, അവിടെ നിന്ന് പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ വെയിറ്റിന് വരുന്ന ഡിഫറൻസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ആ നോട്ട് മറിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ആ ഫോമിൽ എടുത്തിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്ക്, ഒന്ന് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ഫോമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളത്. വെയിറ്റിൽ വരുന്ന ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. വെയിറ്റ് ലോസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2mgh/r എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മാസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ മാസ് ഒന്നും തന്നിട്ടില്ലാത്ത ഒരു കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാസ് ഡയറക്റ്റ് നമ്മളിപ്പോ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് 2mgh/r എന്ന് പറഞ്ഞൊരു നമ്മളൊരു കണ്ടീഷൻ ഡെറിവേഷൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഡയറക്റ്റ് നമുക്ക് മാസ് എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ ആകെ നമുക്ക് രണ്ട് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണെന്നാ തന്നിരിക്കുന്നത്? 32 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? റേഡിയസ് 6400 കിലോമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് കിലോമീറ്റർ ആയിരുന്നോ മീറ്റർ ആയിരുന്നോ ഞാൻ പറഞ്ഞത്? കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണേ. ഇതാണ് ഇപ്പൊ എർത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ ക്രിസ്സെ നോക്കിക്കേ, ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസിൽ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും, G = gm/r². ഇപ്പൊ ഇത് എർത്ത് ആണെങ്കിൽ എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം, G = gm/r². ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഒരു ബോഡി ഇരിക്കുന്നത്. ആ ഹൈറ്റ് ആണ് നമുക്ക് എന്തെന്ന് തന്നിരിക്കുന്നത്? 32 കിലോമീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോഡി ഇരിക്കുന്നതെങ്കിൽ ഈ എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും, പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ഇപ്പൊ നമുക്ക് W = mg എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇരിക്കുമ്പോഴും ആ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും, W = mg' എന്ന് പറഞ്ഞ് ഞാൻ എടുക്കണേ. അവിടെ ഒരു വെയിറ്റ് ഉണ്ടാവും. രണ്ട് ഡിഫറെന്റ് വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വെയിറ്റ് ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇപ്പൊ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെ അല്ലാതെ നമുക്ക് നോക്കിക്കേ, എർത്തിന്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഇനി ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ബോഡി ഇരിക്കണമെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റും പഠിച്ചിട്ടുണ്ട്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും പഠിച്ചിട്ടുണ്ട്. എർത്തിന്റെ സർഫസിൽ നിന്ന് പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ഡെപ്ത്, ഉള്ളിലേക്ക് ഉള്ള ഒരു ഇപ്പൊ ഡെപ്തിലേക്ക്, പർട്ടിക്കുലർ ഡെപ്തിലാണ് ബോഡി ഇരിക്കണമെങ്കിൽ അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പഠിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എന്തായാലും ചോദിക്കും. മിക്കവാറും ചോദിച്ചു കണ്ടിരിക്കുന്നത് നമ്മൾ 3 എണ്ണം പഠിച്ചായിരുന്നു. ഷേപ്പ് പഠിച്ചു, ഓൾട്ടിറ്റ്യൂഡ് പഠിച്ചു, ഡെപ്ത് പഠിച്ചു, ഹൈറ്റ് പഠിച്ചു, ഡെപ്ത് പഠിച്ചു. അപ്പൊ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ചോദിച്ചു കണ്ടിട്ടുണ്ട്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റ് ആയിട്ട് ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന ഡെറിവേഷനാണ്. അപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ, ഈ ഒരു സർഫസിലാണ് ബോഡി ഇരിക്കണമെങ്കിൽ നമ്മൾ ഫൈനലി ആ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്തത് എവിടെയാ? G' = G × 1 - 2h/r. ഇതാണ് നമ്മൾ ഹൈറ്റിന്റെ ആക്സിലറേഷൻ. ആൻസർ എന്താണ്? ചെയ്ത് കഴിഞ്ഞാ 1% ആണോ? നോക്കട്ടെ, നമുക്ക് നോക്കാം. G' = ഇതാണ് നമുക്ക് കിട്ടുന്നത്. തിയറി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പർട്ടിക്കുലർ ഹൈറ്റിലാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. G' എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ല? പർട്ടിക്കുലർ ഹൈറ്റിലാണ് ബോഡി ഇരിക്കുന്നെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് G' = G × 1 - 2h/r. ഓക്കെ, അപ്പൊ G' = G × 1g - G 2h/r. ഓക്കെ, ഇനി നമുക്ക് G 2h/r ഇപ്പുറത്തേക്ക് എടുത്തിട്ട് G - G' എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ G ഇവിടെ മൾട്ടിപ്ലൈഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 2h/r = G - G' / G എന്ന് വന്നു.
ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, ഈ ജി എന്ന് പറയുന്നത് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ജി ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ? ഈ പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇത് നോക്കിക്കേ, ജി മൈനസ് ജി ഡാഷ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ എഴുതണേ 2h/r ഈക്വൽ ടു, ഇതിനെ ഞാനിപ്പോ ഡെൽറ്റ ജി എന്ന് കൊടുക്കണേ, ഒരു ഡിഫറൻസ് ആയതുകൊണ്ട് ഡെൽറ്റ ജി എന്ന് കൊടുക്കണേ, ഡെൽറ്റ ജി ബൈ ജി. ഓക്കെ, ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100. അപ്പൊ നോക്കിക്കേ, 2h/r ഈക്വൽ ടു ഡെൽറ്റ ജി ബൈ ജി. 2h/r നമുക്ക് നോക്കിക്കേ, ഹൈറ്റ് നിന്നിട്ടുണ്ട്, റേഡിയസ് നിന്നിട്ടുണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ആൻസർ കിട്ടി. ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെന്റേജിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തേ. 2h/r, 2 ഇൻറ്റു h തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട്, വേഗം സോൾവ് ചെയ്തേ. ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ പെർസെന്റേജ് ആവും. 2h/r ഇൻറ്റു 100 അപ്പൊ പെർസെന്റേജ് കിട്ടും. 2 ഇൻറ്റു hന്റെ വാല്യൂ എത്ര? 32 ഡിവൈഡഡ് ബൈ 6400 ഇൻറ്റു 100. 0000. 2 into 32 64. 64 divided by 64 1%. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നിനക്ക് കിട്ടിയത്. കുഴപ്പമില്ല, ഏകദേശം എത്തിയിട്ടുണ്ടാവുമായിരിക്കും. ഇൻറ്റു 100 ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാട്ടോ, ഇങ്ങനെ എത്തിച്ചാൽ മതി, ആൻസറിലേക്ക് ഇങ്ങനെ വന്നാൽ മതി. ഞാനിപ്പോൾ ആ ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്ത് എടുത്തേ ഉള്ളൂ. പഠിപ്പിച്ചത് അതാണല്ലോ, അതുകൊണ്ട് ആ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്ത് പോരുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോ. സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ അടുത്ത തരാൻ പോകുന്നത്. അത് കണ്ടുപിടിച്ച് ആൻസർ പറയണേ. അപ്പൊ ഇതിൽ ചെയ്തേക്കണം, മനസ്സിലായല്ല? പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓൺലൈനിൽ കയറിക്കുന്നവർ ശ്രദ്ധിച്ചോട്ടെ, ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതും ചെയ്യാൻ പറ്റും. ഇത് എർത്തിന്റെ സർഫസിൽ നിന്ന് തൊട്ട് പൊക്കത്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ബോഡി ഇരിക്കുവാണെന്ന് വിചാരിക്കുക. ഇവിടെ ബോഡി ഇരിക്കുമ്പോഴുള്ള, ഇവിടെ സർഫസിൽ ഇരിക്കുമ്പോഴുള്ള വെയിറ്റും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടാവും. ഇത് തമ്മിലുള്ള വെയിറ്റ് ലോസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നോക്കിക്കുക, അതിനുവേണ്ടി നമ്മൾ ചെയ്ത എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു. ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ഇത് ചെയ്തേക്കുന്ന മനസ്സിലായല്ല? ക്ലിയർ ആണോ? ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് അടുത്ത് തരാൻ പോകുന്നത്. ഡെപ്തിന്റെ, നമ്മൾ ഹൈറ്റ് അല്ലേ ചെയ്തത്, ഇനി നേരെ തിരിച്ച് ഒരു പർട്ടിക്കുലർ ഡെപ്തിലാണ് ബോഡി ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. മനസ്സിലാക്കണേ, ഒന്നെങ്കിൽ ഹൈറ്റ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡെപ്ത്. ഇനി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഡെപ്തിൽ ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് ഡിക്രീസ് ഇൻ ദ വെയിറ്റ്. ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് ഡിക്രീസ് ഇൻ ദ വെയിറ്റ്. Find the percentage of decrease in the weight of a body. Find the percentage of decrease in the weight of a body when taken. Find the percentage of decrease in the weight of a body when taken 16 kilometer below the surface of the earth. Below എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല? ഉള്ളിലേക്കാണ് ഡെപ്ത്. Below the surface of the earth. Below the surface of the earth. ഓക്കെ, അപ്പൊ നേരത്തെ നോക്കിക്കേ, നേരത്തെ അറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബിലോ എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെപ്ത്. നമുക്ക് ആകെ രണ്ട് കണ്ടീഷൻ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ല. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റും ഉണ്ട്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും ഉണ്ട്. അപ്പൊ ബിലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ തന്നിരിക്കുന്നത്? ഡെപ്ത് ആണ് തന്നിരിക്കുന്നത്. 16 കിലോമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് ടേക്ക് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആർ ഈക്വൽ ടു 6400 കിലോമീറ്റർ. ആർ ഈക്വൽ ടു 6400 കിലോമീറ്റർ. ഇനി നോക്കിക്കേ, ഡെപ്തിന്റെ ഇക്വേഷൻ. അപ്പൊ നോക്കിക്കേ, സെയിം കണ്ടീഷൻ തന്നെ. ബോഡി വശി ഇരിക്കുന്നത് എർത്തിന്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം. ഇനി പർട്ടിക്കുലർ ഡെപ്തിലാണ് ഇരിക്കുന്നത്. ഈ ഡെപ്ത് ആണ് നമുക്ക് 16 കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബോഡി ഇരിക്കുന്നതെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഏതാ പഠിച്ചേക്കുന്നത്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ഇത് രണ്ടും മറന്നു പോരുതേ. ഇത് അറിയില്ലെങ്കിൽ ക്രിസ് ഒന്ന് ബോക്സ് ചെയ്തിട്ട് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്, ദിസ് ഈസ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. ഇനി നേരത്തെ ചെയ്തതുപോലെ ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇതേ സെയിം മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്ത് വേഗം ആൻസർ പറഞ്ഞു. ലാസ്റ്റ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 അത് എടുത്തു കഴിഞ്ഞിട്ട് മാത്രം
ഈ സൈഡിൽ മാത്രം ഇക്വേറ്റ് ചെയ്തിട്ട് പറയട്ടോ. സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ആൻസർ എത്രയാന്ന് പറഞ്ഞേ. അമലിന് മനസ്സിലായോ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന്? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ ചെയ്തത്? ഓക്കെ, ഇതേ സെയിം ടൈപ്പിൽ തന്നെ വേഗം കണ്ടുപിടിച്ചോട്ടോ. ഡെപ്ത് ആണെന്ന് മാത്രമേ ഉള്ളൂ, ഇക്വേഷന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്തോ. അമന് മനസ്സിലായല്ല? പ്രജീന, അർജുൻ, ഓക്കെ വേഗം ചെയ്തോട്ടോ. വേഗം ചെയ്ത ആൻസർ പറഞ്ഞോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ആ ഡൗട്ടാ? ഡെൽറ്റ ജി എന്ന് ഉദ്ദേശിക്കുന്ന ഡിഫറൻസ് അല്ലേ സർഫസിന്റെയും അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ജി തന്നെയാണ് അതിന്റെ പർട്ടിക്കുലർ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഡിഫറൻസിന്റെ വെയിറ്റ് അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് ഡെൽറ്റ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആൻസർ എത്ര കിട്ടി ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ? ആ കറക്റ്റ്. നീ ശ്രദ്ധിച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റും. നീ ഇടക്കൊന്ന് ഉറക്കം തൂങ്ങി പോണോണ്ടാ നിനക്ക് ചെയ്യാൻ പറ്റാത്ത. ഇന്ന് എന്താന്നാ നിനക്ക് ബാക്കിയാരും ഇല്ല സംസാരിക്കാൻ, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് ചെയ്യും. ആ കിട്ടിയ എത്ര കിട്ടി? 0.25 കിട്ടിയാ? ക്രിസ്റ്റ്യന് കിട്ടിയാ? കിട്ടിയില്ല. ഓക്കെ നോക്കിക്കേ, ഇവിടെ നമ്മൾ സെയിം ചെയ്തതുപോലെ തന്നെ ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ജി ഡി ബൈ ആർ. ഓക്കെ, ജി ഡി ബൈ ആർ ഈക്വൽ ടു ജി മൈനസ് ജി ഡാഷ്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, കിട്ടാത്തവരിവിടെ ശ്രദ്ധിച്ചോട്ടാ. ജി മൈനസ് ജി ഡാഷ് ബൈ ആർ, ഈ ജീനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഡി ബൈ ആർ ഈക്വൽ ടു ജി മൈനസ് ജി ഡാഷ് ബൈ ജി. ജി മൈനസ് ജി ഡാഷിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ എടുക്കാം? ഡി ബൈ ആർ ഈക്വൽ ടു ഡെൽറ്റ ജി ബൈ ജി. ഇത് നമുക്ക് വാല്യൂ കിട്ടി. ഇനി പെർസെന്റേജിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100. നോക്കിക്കേ, ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 16 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 64. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 64, അതായത് 6400 ഇൻറ്റു 100. 0 zeros പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 times 4, അപ്പോൾ 1/4. ഓക്കെ, 1/4 ഈക്വൽ ടു 0.25%. ഓക്കെ, കഴിഞ്ഞ? തെറ്റിച്ച് കളയരുത് കേട്ടോ. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചെയ്യാതിരിക്കരുത്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ.
Find the intensity of gravitational field. Find the intensity of gravitational field. Find the intensity of gravitational field. Find the intensity of gravitational field when a force of 100 Newton act on a body of mass 10 kilogram. Okay. Find the intensity of gravitational field. കേൾക്കാം, പറഞ്ഞോ. നീ എഴുതിയില്ലേ? മാനസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു, അതിന്റെ ആൻസർ കിട്ടിയായിരുന്നോ? എഴുതിയായിരുന്ന ഡെപ്തിന്റെ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ എഴുതിയാ? ഡെപ്തിന്റെ ക്വസ്റ്റ്യൻ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഹൈറ്റിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാ ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻ എഴുതിക്കോ, അതൊക്കെ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് അങ്ങ് ചെയ്ത ടൈമുകളല്ലേ. when a force of 100 Newton ആ ടെക്സ്റ്റ് നോട്ടിലെ കറക്റ്റ് ഇക്വേഷൻ ഉണ്ടാവും, ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് when a force of 100 Newton act on a body of mass 10 kilogram in the gravitational field. വേഗം കണ്ടുപിടിച്ചോ, വേറെ ബുക്കില. ആലോചിച്ച് നോക്ക് കിട്ടാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. പറഞ്ഞ 1 മാർക്ക് ക്വസ്റ്റ്യൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ടൈം കളഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എത്ര കിട്ടി? അമലിന് കിട്ടിയ ആൻസർ കിട്ടിയ? അർജുന് കിട്ടിയ? അമലിന് കിട്ടിയ ആൻസർ എത്ര കിട്ടി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. കിട്ടിയായിരുന്നു? അമ്മന് കിട്ടിയ ആൻസർ കിട്ടിയ? ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ കിട്ടിയിട്ടില്ലല്ലേ, ഫോർമുല കിട്ടിയിട്ടില്ലല്ലേ? അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അധികം. അയ്യോ, അത്ര ഒന്നും പോകണ്ട, നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ച് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തേ. അത്ര ഉള്ള I = F/m. നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ച് വേണം നോക്കാൻ. I = F/m. ഇപ്പൊ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. G = m1m2/r² /m എന്ന് കൊടുത്ത് m ക്യാൻസൽ ചെയ്ത് നമുക്കൊരു ഫോർമുലയിലേക്ക് എത്താം. പക്ഷെ അതൊന്നും വേണ്ട, ഡയറക്റ്റ് ഫോഴ്സും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. 1 മാർക്ക് വെറുതെ കളഞ്ഞെടുക്കരുത്. പക്ഷെ ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ അപ്പോഴും കൺഫ്യൂഷൻ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹൗ മച്ച് below the surface of the earth മനസ്സിലാക്കണേ. ബിലോ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഏത് വരുമെന്ന് മനസ്സിൽ വന്നോട്ടാ. ബിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റിന് കിട്ടിയ എർത്തിന്റെ ബിലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് ഡസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി
becomes 70%, 70% of its value at the surface of the earth. ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണേ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കം, അതായത് എർത്ത് തന്നിട്ടുണ്ട്, എർത്തിന്റെ ഡെപ്ത് ബിലോ ആ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിൽ നിന്ന് എത്ര ദൂരം താഴേക്ക് പോകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് കണ്ടോ, ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് ദസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ എർത്ത്, ഇപ്പൊ ഇതാണ് എർത്ത് എങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ ബിലോ, ഈ ഒരു ഹൗ മച്ച് ബിലോ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ അത്രയും മനസ്സിലായില്ല. ഹൗ മച്ച് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ബിലോ എന്ന് പറയുമ്പോ തന്നെ ഡെപ്ത് ആണെന്ന് മനസ്സിലായി. അപ്പൊ എത്രത്തോളം ഡെപ്തിലേക്കാണ് ഈ ഒരു ബോഡി ഇരിക്കുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അടുത്തത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കം 70% ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ്. സർഫസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, സർഫസിൽ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, G=gm/r². സർഫസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർഫസിന്റെ 70% ആണ് ഇവിടത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ G' എന്ന് പറഞ്ഞെടുത്ത ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. G' എന്താണ്? G ഇൻറ്റു ഡെപ്ത് എന്ന് പറയുമ്പോൾ 1 പറഞ്ഞേ, ഡെപ്തിന്റെ ഫോർമുല നമ്മളിപ്പോ ചെയ്തത് d/r. ഹൈറ്റ് ആണെങ്കിൽ എന്താ വരുന്നതെന്ന് അറിയാലോ, G' G ഇൻറ്റു 1 - 2h/r. മറന്നു പോരുതേ, ഡെപ്ത് d/r, ഹൈറ്റ് 2h/r. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? എർത്തിന്റെ സർഫസിനെ വെച്ച് നോക്കുമ്പോൾ 70% ഓഫ് ഇറ്റ് സർഫസ് വാല്യൂന്റെ 70% ആണ് ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്ലിയർ ആവുന്നില്ല, ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക. ഡെപ്തിന്റെ ഇക്വേഷൻ അറിയാലോ, അതങ്ങ് എഴുതി വെക്കുക. ഡെപ്തിന്റെ ഇക്വേഷൻ എന്താ? G' G ഇൻറ്റു 1 - d/r. ഓക്കെ, എർത്തിന്റെ റേഡിയസിന്റെ വാല്യൂ നമുക്കറിയാം 6400 കിലോമീറ്റർ ആണെന്ന് അറിയാം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ റേഡിയസിന്റെ വാല്യൂ അറിയാം 6400 കിലോമീറ്റർ. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഡെപ്ത് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, പിന്നെ തന്നിരിക്കുന്ന G' ആണ് തന്നിരിക്കുന്നത്. G' എന്ന് പറയുന്നത് G' is 70% ഓഫ് ദാറ്റ് ഇറ്റ് സർഫസ് വാല്യൂന്റെ 70%. അപ്പൊ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ G വെച്ചല്ല റെപ്രസെന്റ് ചെയ്യാറ്. അതിന്റെ വാല്യൂ 9.8 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ G, ഇവിടത്തെ G എന്ന് പറയുന്നത്, ഇവിടത്തെ ന്യൂ G, അതായത് G' എന്ന് പറയുന്നത് ഈ 70% ഓഫ് ദാറ്റ് ഓഫ് G, സർഫസിലെ വാല്യൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 70% ഓഫ് സർഫസ് വാല്യൂ G എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു G ഇൻറ്റു 1 - d/r. ഫാഹിമിന് മനസ്സിലായ? 70% ഓഫ് സർഫസ് വാല്യൂ എന്നാ പറഞ്ഞിരിക്കുന്ന പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ പോയിന്റ് ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 70% ഓഫ് ദാറ്റ് ഓഫ് സർഫസ് വാല്യൂന്റെ 70% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാല്ല. 70 നമുക്ക് വേണമെങ്കിൽ, ഇത് പെർസെന്റേജിലാണ് കിടക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ 70 എന്ന് കൊടുക്കാം. അത് അല്ല, അതിനു മുമ്പ് നമുക്ക് ഇത് ചെയ്യാല്ല, ജിയും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാലോ. ഓക്കെ, G ക്യാൻസൽ ചെയ്യാലോ, ഈക്വൽ ടുവിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ. അപ്പൊ നമുക്ക് ജിയും എങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി 70% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.7 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 70% കിട്ടുന്നത്. അപ്പൊ 0.7 ഈക്വൽ ടു G ക്യാൻസൽ ചെയ്തേ, അടുത്ത സ്റ്റെപ്പിൽ ക്യാൻസൽ ചെയ്യും. ഓക്കെ, 70% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 70% കിട്ടുള്ളൂ. അപ്പൊ പെർസെന്റേജ്, ഇത് പെർസെന്റേജിലായിരുന്നു നമ്മൾ വാല്യൂലേക്ക് മാറ്റിയപ്പോൾ 0.7 G ഈക്വൽ ടു G ഇൻറ്റു 1 - d/r. G ക്യാൻസൽ ചെയ്തു. ഇനി 0.7 നമുക്ക് ഇക്വേഷൻ, അതായത് നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 7/10 എന്ന് എഴുതാം. 7/10 ഈക്വൽ ടു 1 - d/r. ഇതങ്ങ് സോൾവ് ചെയ്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയില്ലേ, 6 തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, 7/10 ഈക്വൽ ടു 1 - d/r. d/r ഈക്വൽ ടു 1 - 7/10. ദാറ്റ് ഇസ് d/r ഈക്വൽ ടു 10 - 7/10. That is d/r equal to 3/10. Okay, 3/10. Then d equal to 3/10 into r. R ന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാലോ,
d equal to 3/10 into 6400. എത്ര കിട്ടി? ഓക്കെ, കിട്ടിയല്ല. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിക്ക്. ഈ ഇതിന്റെ തന്നെ ഇനി ഹൈറ്റ് വന്നാലും, ഹൈറ്റില്ല നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അപ്പൊ ഹൈറ്റ് പെർസെന്റേജിൽ തന്നാലും ചെയ്യാൻ റെഡി അല്ലേ ഇങ്ങനെ തന്നെ. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോ ഹൈറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി മറ്റേ പർട്ടിക്കുലർ ഹൈറ്റ് എന്ന് പറ്റണമെങ്കിൽ ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വന്നാലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു ഹോംവർക്ക് ചെയ്യണം. ഒരു ഹോംവർക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, എഴുതിക്കോ. അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്തിട്ട് വന്നോട്ടോ. The radius of the earth is 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 6.37 into 10 raised to 6 meter. 6.37 into 10 raised to 6 meter. Radius of the earth is 6.37 into 10 raised to 6 meter. Its mean density is, density ആണ് തന്നിരിക്കുന്നത്, density rho, density. Its mean density is 5.5 into 10 raised to 3 kilogram meter cube. Okay, density. Okay, density rho. മനസ്സിലായില്ല? density rho. The radius of the earth is 6.37 into 10 raised to 6 meter. Its mean density is 5.5 into 10 raised to 3 kilogram meter cube. And G equal to, G യുടെ വാല്യൂ എഴുതിക്കേ. G equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. G is 6.67 into 10 raised to minus 11 Newton meter square per kilogram square. Determine the gravitational potential. Determine the gravitational potential on the surface of the earth. Determine the gravitational potential on the surface of the earth. Radius of the earth. Okay, gravitational potential equation എന്താ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. നോക്കിക്കേ, മറിച്ച് നോക്കാതെ ഓർമ്മ ഉണ്ടാവില്ല എന്തായാലും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ ഞാൻ പറഞ്ഞായിരുന്നു. പൊട്ടൻഷ്യലിനെ വി വെച്ച് റെപ്രസെന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തന്നതാ. വി ഈക്വൽ ടു മൈനസ് GM/R. ഓക്കെ, വി ഈക്വൽ ടു മൈനസ് GM/R. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ക്രിസ്റ്റിന് അറിയില്ലെങ്കിൽ എഴുതിയിട്ടോട്ടാ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഹോംവർക്ക് ആണേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ നോക്കിക്കാൻ നമുക്ക് മാസ് തന്നിട്ടില്ല. അല്ലെ, അത് ശ്രദ്ധിച്ചാ. മാസ് നമുക്ക് തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ ഓക്കെ, റേഡിയസിന്റെ വാല്യൂ ഓക്കെ. പക്ഷെ നമുക്ക് എന്തില്ല, മാസ് തന്നിട്ടില്ല. പകരം ഇവിടെ തന്നിരിക്കുന്ന ഡെൻസിറ്റി ആണ്. അപ്പോഴും കൺഫ്യൂഷൻ ആവും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇതാണ്, പക്ഷെ തന്നിരിക്കുന്ന ഡെൻസിറ്റി ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? ഡെൻസിറ്റി ഈക്വൽ ടു എന്താ? മാസ് ബൈ വോളിയം അല്ലേ. അപ്പൊ നമുക്ക് മാസിന് പകരം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ല മാസിന് പകരം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈക്വൽ ടു മൈനസ് G/R ഇൻറ്റു മാസിന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് G അറിയാം, R അറിയാം, റോ അറിയാം, വോളിയം അറിയാം. അപ്പോഴും വി അറിയില്ല. വി എന്താ? വി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിട്ട് എടുക്കാം? ഒരു സ്ഫിയർ ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? 4/3
പൈ ആർ ക്യൂബ്. അപ്പൊ എങ്ങനെ വരും? ബി ഈക്വൽ ടു മൈനസ് ജി ബൈ ആർ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ. ഓക്കെ, ആർ ക്യാൻസൽ ചെയ്ത് കളയുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റില്ലേ? ഇനി ബാക്കിയെല്ലാം ഡയറക്റ്റ് അല്ലേ, ഇനി കുഴപ്പമില്ലല്ലോ ചെയ്യാൻ. ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആറും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വി ഈക്വൽ ടു മൈനസ് ജി 4/3 പൈ ആർ സ്ക്വയർ റോ. ഓക്കെ, ഇനി കുഴപ്പമില്ല. ജി തന്നിട്ടുണ്ട്, പൈയുടെ വാല്യൂ 22/7, ആർ സ്ക്വയർ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സ്ക്വയർ ചെയ്യുക, റോ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ ഇക്വേഷനിലേക്ക്, ഫൈനൽ ആൻസറിലേക്ക് എത്തുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നാലും ഏകദേശം ഇത്രയും എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്കൊരു ഹാഫ് മാർക്കൊക്കെ പോവുള്ളൂ. പിന്നെ ഫൈനൽ ഇക്വേഷൻ എഴുതുന്നത് എന്തിലും ആയിക്കോട്ടെ കറക്റ്റ് യൂണിറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനും ചെയ്തപ്പോഴത്തേക്കും ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏകദേശം എത്തുമെങ്കിൽ ഫൈനൽ ആൻസർ ആണ് ഇപ്പൊ സോൾവ് ചെയ്ത് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ പറയണേ. ഇനിയൊന്നും പറയാനില്ല, ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ എല്ലാം ഞാൻ കറക്റ്റ് ആക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ ഡയറക്റ്റ് ആണ്, അറിയാം. 4/3 പൈയുടെ വാല്യൂ 22/7 ആയിട്ട് എടുക്കുക, ആറിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, സ്ക്വയർ ചെയ്യുക, റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the velocity of escape. Find the velocity of escape. Find the velocity of escape at the moon. At the moon. Find the velocity of escape at the moon. Find the velocity of escape at the moon. Given that its radius is given that its radius is 1.7 into 10 raised to 6 meter. 1.7 into 10 raised to 6 meter. 10 raised to 6 meter. And the value of G is 1.63 meter per second square. 1.63 meter per second square. ചെയ്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ അമനൊന്ന് പറഞ്ഞേ? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ബുക്ക് നോക്കിയിട്ട് പറഞ്ഞാലും മതി. മാസ് ഒന്നും വേണ്ടല്ല, v ഈക്വൽ ടു √2gr. 2gm ഒന്നും വേണ്ട, 2g/r. ഫൈനൽ ഇക്വേഷനാ പറഞ്ഞു. റേഡിയസ് 2gr. ഏതാണ് എസ്കേപ്പ് വെലോസിറ്റി? ഞാൻ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റി
ആ സോൾവ് ചെയ്യാൻ പഠിക്കണം കേട്ടോ, അതല്ലാതെ രക്ഷയില്ല. ആ 10⁻6 അതിന് ഇനിയും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്ത് ഒരു ആൻസറിലേക്ക് എത്തിക്കുക. ആ റൂട്ടാണ് വരുന്നത്. ഇപ്പൊ 5.54 അല്ലേ വരുന്നത്. എക്സാക്ട് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലോഗ് ടേബിൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ അല്ലല്ലോ, ആണോ? ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എക്സാക്ട് ആൻസറിലേക്ക് എത്തിക്കുക. 5.54 എന്ന് പറയുമ്പോൾ അത് സോൾവ് ചെയ്തിട്ട് എക്സാക്ട് ആൻസറിലേക്ക് എത്തിക്കുക. അത്ര എഴുതിയാലും വലുതായിട്ട് മാർക്ക് പ്രത്യേകിച്ച് കുറക്കൊന്നുമില്ല, ഏകദേശം കിട്ടും. കറക്റ്റ് തന്നെ യൂണിറ്റ് ഇട്ടേക്കുക. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് തുടങ്ങി ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെക്കാം. ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ പഴയ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ട് 2 ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടാ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഗ്രാവിറ്റേഷനിൽ ഞാൻ ക്ലാസിന്റെ ഇടക്ക് ചെയ്യിപ്പിച്ച പ്രോബ്ലംസ് കൂടെ നോക്കണം കേട്ടോ. ആ റേഡിയസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിച്ചില്ലേ, അതുകൂടി നോക്കിക്കോളണേ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇനിയുള്ള 2 ചാപ്റ്ററും ഇത് അത്യാവശ്യം തിയറി ഉണ്ട്, ന്യൂമറിക്കൽസ് എല്ലാം ഉള്ളതാണ്. പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കാനാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു പോയത്. പിന്നെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സോളിഡ്സ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. സോളിഡ്സ് നമുക്കറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ആ സോളിഡ്സിനുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോളിഡ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി സോളിഡ് എന്ന് പറയുമ്പോൾ എന്താ? സോളിഡ് എന്ന് പറയുമ്പോൾ സോളിഡ് പോട്ടെ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിജിഡ് ബോഡി പഠിച്ചായിരുന്നു. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? റിജിഡ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ് ആണ്. ഓക്കെ, പിന്നെ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? കംപ്രസ്ഡ് ആയിരിക്കും. പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഇപ്പൊ എന്തെങ്കിലും ഫോഴ്സ്, ചെറിയൊരു ഫോഴ്സ് ആ ബോഡിയിലേക്ക്, ഇപ്പൊ ഞാൻ ഈ പെന്നാണോ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നില്ലേ? ഇപ്പൊ ഇതൊരു റിജിഡ് ബോഡിയാന്ന് പറയാം. ഇതിന്റെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, ഈ പാർട്ടിക്കിൾസ്, റിജിഡ് ബോഡിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതിലിപ്പോ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ലെങ്ത്, ഷേപ്പ്, വോളിയം എല്ലാം എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ചെറിയ ഫോഴ്സ്, ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു, ഇതിന്റെ ഷേപ്പിനോ സൈസിനോ വോളിയത്തിനോ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസിനോ എന്തിനെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്നതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോളിഡ് എന്ന് പറയുന്നതും ഒരു റിജിഡ് ബോഡി തന്നെയല്ലേ? സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? ഒരു കട്ടിയുള്ള ഒരു ബോഡി അല്ലെ?
റിജിഡ് ബോഡി തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ നോക്കുന്നത് ഈ സോളിഡ്സിനുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇനി നോക്കിക്കേ, ഈ സോളിഡ്സിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുവാന്ന് വിചാരിക്കുക. സോളിഡ്സ് അല്ല, റിജിഡ് ബോഡി, എന്തിലേക്കെങ്കിലും നമ്മൾ ഫോഴ്സ് കൊടുക്കുവാന്ന് വിചാരിക്കുക. ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ബോഡിയുടെ ലെങ്തിനോ ഷേപ്പിനോ ഒന്നും ചേഞ്ച് വരില്ല എന്നാണ് നമ്മൾ പഠിച്ചത് റിജിഡ് ബോഡിയുടെ കേസിൽ. ഇനി ഇൻ കേസ് നമ്മളൊരു വലിയ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു വലിയ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ലെങ്തിനും ഷേപ്പിനും സൈസിനൊക്കെ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് അല്ല, അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന ബോഡി ഡീഫോംഡ് ആയി എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സിന്റെ എഫക്റ്റില് ആ സോളിഡിന് ചേഞ്ച് ഉണ്ടായി, അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ആയി. അതിനെ നമ്മൾ പറയുന്നതാണ് ഡീഫോംഡ് ബോഡി എന്ന് പറയും. എന്താണ് ഡീഫോംഡ് ബോഡി? ഡീഫോം, മനസ്സിലായ? ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡി ഡീഫോം ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അതാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്നല്ല, ഫസ്റ്റ് വേർഡ്. ഈ വേർഡാണ് നമുക്ക് ഇനി വേണ്ടത്, ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫോഴ്സ് റിക്വയർഡ് ടു ഡീഫോമിംഗ് ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബോഡി എന്ന് പറയുമ്പോൾ ഏത് ബോഡിയാന്ന് മനസ്സിലായല്ല? സോളിഡ്. ആ ബോഡിയുടെ ഷേപ്പ്, സൈസ് അല്ലെങ്കിൽ ലെങ്ത്, വോളിയം എന്തിനെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ബോഡി ഡീഫോംഡ് ആയി എന്ന് പറയാം. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ദ ഫോഴ്സ് റിക്വയർഡ് ടു ചേഞ്ച് ഷേപ്പ്, സൈസ്, ലെങ്ത് ഓർ വോളിയം ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, എഴുതിക്കോ. ഡീഫോമിംഗ് ഫോഴ്സ്. Deforming force. The force required to change length, volume or shape of a body is called deforming force. Okay, deforming force. ഇനി അപ്പൊ നമുക്ക് ഡീഫോമിംഗ് ഫോഴ്സ് എന്താന്ന് കിട്ടി. ഈ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ബോഡിക്ക് സൈസോ ഷേപ്പോ ലെങ്തിനോ എന്തിനെങ്കിലും ചേഞ്ച് ഉണ്ടാവും. ഇനി ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചില ബോഡീസ് ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ അതിന്റെ സൈസും ഷേപ്പൊക്കെ ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. ഇനി ആ ഫോഴ്സ് ഞാനങ്ങ് റിമൂവ് ചെയ്ത് മാറ്റി, ആ കൊടുത്ത ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റി എന്ന് വിചാരിക്കുക. അപ്പൊ ചില ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് കൊടുത്തപ്പോ ഏത് ഷേപ്പിലായോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ചില ബോഡി ഞാൻ ഫോഴ്സ് തിരിച്ച് വലിച്ചെടുത്തപ്പോഴത്തേക്കും ആ ബോഡി എന്ത് ചെയ്യും? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ബോഡിയുടെ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു ബോഡി, ഇപ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ബോളൊക്കെ ഇല്ലേ, ജസ്റ്റ് മനസ്സിലാക്കി കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അപ്പൊ അതിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. അത് എക്സാമ്പിൾ അല്ല, നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതാ. ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ചില ബോഡി ആ ഫോഴ്സിന്റെ ഫോഴ്സ് കൊടുത്തപ്പോൾ തന്നെ അതിന്റെ ലെങ്തിനും ഷേപ്പിനൊക്കെ ഷേപ്പ് ചേഞ്ച് ചെയ്യുമല്ലോ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ. ഇനി ഞാൻ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബോഡി എന്ത് ചെയ്ത്? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വന്ന്. ചില ബോഡി എന്ത് ചെയ്യും? അതേ സ്റ്റേറ്റിൽ തന്നെ, ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡിയുടെ ഷേപ്പൊക്കെ മാറി വേറൊരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറി, ഡീഫോംഡ് ആയി, ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ചില ബോഡീസ് എന്ത് ചെയ്യും? ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്തും കൂടെ ആകും? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ആ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് ബോഡി വരുന്നു, അതിന്റെ പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇലാസ്റ്റിക് എന്ന് പറയില്ലേ? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഡീഫോം, ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ബോഡി എന്ത് ചെയ്യും? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ പിന്നെയും വരും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് വേർഡാണ്, ഈ ചാപ്റ്ററിൽ ഫുള്ള് നമുക്ക് വേണ്ടതാണ് ഇലാസ്റ്റിസിറ്റി. എഴുതിക്കോ. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ body മനസ്സിലായല്ലോ? ബോഡിയുടെ ഒരു പ്രോപ്പർട്ടി ആണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി by which it regain its original dimension എന്ന് പറയുമ്പോൾ എന്തും ആവാം, ലെങ്ത് ആവാം, വോളിയം ആവാം, ഷേപ്പ് ആവാം. ബ്രാക്കറ്റിൽ കൊടുത്തോ. ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ലെങ്ത്, വോളിയം ഓർ ഷേപ്പ്, എന്ത് വേണേലും ആവാം. ബ്രാക്കറ്റിൽ കൊടുത്തോ. ലെങ്ത്, വോളിയം ഓർ ഷേപ്പ് എഴുതിയ. ലെങ്ത്, വോളിയം ഓർ ഷേപ്പ് ഓൺ ദ റിമൂവൽ ഓഫ്
on the removal of the deforming force. On the removal of the deforming force is called elasticity. On the removal of the deforming force is called elasticity. അമ്മനെ എഴുതിയായിരുന്നോ? ഇതൊക്കെ എഴുതിക്കോ. ഇലാസ്റ്റിസിറ്റിയും പറഞ്ഞതൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ, എവിടെ വരെ കേട്ടായിരുന്നു? എവിടെ വരെ കേട്ടു? ഓക്കെ, കഴിഞ്ഞ എഴുതി കഴിഞ്ഞവര് ഓക്കെ നിർത്തിക്കോ വീഡിയോ.